صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية. ثبوا وانهضوا يا من أساءوا وأذنبوا وشدوا المطايا للحبيب وحثحثوا. ثمال اليتامى عنده ينزل النظام وثم يغاث الخاضع المتربص. ثواب وآثام تزاح وزلة تزول وعدل في القيامات تورث. اللهم صل وسلم وبارك عليه. സാഇന്റെ ഖാഫിയയിൽ മഹാനായ റഷീദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പല വിഷയങ്ങളും പറഞ്ഞ കൂട്ടത്തിൽ ദോഷികളായ ആളുകൾ മദീനയിലേക്ക് വേഗത്തിൽ പോകണം എന്ന് പറയുകയാണ്. ദോഷം ചെയ്ത ആളുകൾ, നമ്മളൊക്കെ മനുഷ്യന്മാരാണല്ലോ, മനുഷ്യ സഹജമായി പല അബദ്ധങ്ങളിലും വീഴ്ചകളിലും നമ്മൾ സംഭവിക്കാം. അങ്ങനെ ദോഷം സംഭവിച്ചാൽ അതിൻ്റെ പരിഹാരക്രിയ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗളയിൽ ചെന്ന് തങ്ങളോട് ആ ദോഷത്തിന്റെ വിഷയത്തിൽ അന്യായപ്പെടുക. സിബുവൻ ഹവൂയമൻ അസാഉ വഅഗ്നബു. തിബു ചാടുവീൻ, മൻഹു ഓടുവീൻ, എഴുന്നേൽക്കുവീൻ. യാമൻ അസാഉ വഅഗ്നബു, ദോഷികളായ ആളുകളെ, ദോഷം ചെയ്തവരെ. വശുദ്ദുൽ മത്വായാ ലിൽഹബീബി വഹത്ഹിഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക്, തങ്ങളുടെ വിശുദ്ധ റൗളയിലേക്ക് നിങ്ങൾ വാഹനം കെട്ടുവീൻ, യാത്ര പോകുവീൻ, യാത്ര ഉളരിപ്പിക്കുവീൻ, വേഗത്തിലാക്കുവീൻ. സിമാലുൽ യതമാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനാഥകൾക്ക് സഹായമാണ്. ഇൻദഹു യൻസിലു റിളാ, നബി തങ്ങളെ അടുക്കൽ അല്ലാഹുവിന്റെ പ്രീതി അവതരിക്കുന്നതാണ്. വസമ്മ യുഗാസുൽ ഖാളിഉൽ മുതഖബ്ബിതു, സഹായം തേടുന്നയാൾ അവിടെ സഹായിക്കപ്പെടുന്നതാണ്. പിന്നെയോ തവാബ്, വലിയ പ്രതിഫലം ലഭിക്കുന്നതാണ്. വആസാമുൻ തുസാഹു, പാപങ്ങളൊക്കെ നീക്കം ചെയ്യപ്പെടുന്നതാണ്. വസല്ലത്തുൻ തസൂൽ, ദോഷങ്ങളൊക്കെ നീങ്ങിപ്പോകുന്നതാണ്. വഅദ്ലുൻ ഫിൽ ഖിയാമത്തി തൂറതു, നാളെ അന്ത്യനാളിൽ ജന്നാത്തുൽ ഫിർദൗസാകുന്ന സ്വർഗ്ഗം അത് അനന്തരമെടുക്കപ്പെടുന്നതാണ്, ലഭിക്കുന്നതാണ്. എന്താണ് മഹാനവറുകൾ പറഞ്ഞത്? ദോഷികളായ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചെന്ന് ആ ദോഷത്തിന്റെ വിഷയത്തിൽ അന്യായം പറയണം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് വേണ്ടി അല്ലാഹുവിനോട് പൊറുക്കലിനെത്താണം. ഇത് മഹാനവറുകൾ പറഞ്ഞത് മാത്രമാണോ? നമ്മൾ ഇടയ്ക്കിടെ ഇവിടെ ഇശാഇന് ഞാൻ ഓതാറുണ്ട് സൂറത്തുൽ നിസായിലെ 65-ാമത്തെ സൂക്തം. വലൗ അന്നഹും ഇദ്ദലമൂ അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. സ്വശരീരങ്ങളോട് അക്രമം പ്രവർത്തിച്ച ആളുകൾ, ദോഷം ചെയ്ത ആളുകൾ, അവർ തങ്ങളെ സമീപിച്ചാൽ, അങ്ങനെ ഫസ്തഗ്ഫിറുല്ലാഹ്, അവർ അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടിയാൽ, വസ്തഗ്ഫറ ലഹുമുർ റസൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് വേണ്ടി അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിച്ചാൽ, ലവജദുല്ലാഹ തവ്വാബർ റഹീമാ, തീർച്ചയായും അല്ലാഹുവിനെ തൗബ സ്വീകരിക്കുന്നവനായിട്ട്, വലിയ കാരുണ്യം ചെയ്യുന്നവനായിട്ട് അവർ എത്തിക്കുന്നതാണ്. ഈ ആയത്ത് ഇബ്നു കസീർ വിശദീകരിക്കുകയാണ്.
ഇബ്നു കസീർ എന്ന് പറഞ്ഞാൽ ഇതൊന്നും പാടില്ല എന്ന് പറയുന്ന ചില ആളുകളുണ്ട്. അവർക്ക് കൂടെ സ്വീകാര്യനായ ആളാണ്. അദ്ദേഹത്തിന്റെ തഫ്സീറിൽ എന്ന് പറഞ്ഞാൽ ഇതൊന്നും പാടില്ല എന്ന് പറയുന്ന ചില ആൾക്കാരുണ്ട്. ഹജ്ജിന് പോയ മദീനത്ത് പോകാൻ പാടില്ല എന്ന് പറയുന്ന ചില ആളുകളുണ്ട്. അവരെ കുറിച്ച് ഇപ്പൊ ഞാൻ വിശദീകരിക്കണം, ഞാൻ പലവട്ടം വിശദീകരിച്ചിട്ടുണ്ട്. അവരെക്കാൾ വലിയ കേടികൾ വേറെ ആരാണ്? ഇത്രയും വലിയൊരു റഹ്മത്തിനെ അനുഭവിക്കാൻ കഴിയാത്ത ആളുകൾ. അത് പറഞ്ഞ് നമ്മുടെ വിഷയം മാറിപ്പോ. അപ്പോ ഇബ്നു കസീർ എന്ന് പറഞ്ഞാൽ ഇതൊന്നും പാടില്ല എന്ന് പറയുന്ന ചില ആളുകളുണ്ട്. അതായത് റൗളയിലേക്ക് സിയാറത്തിന് വേണ്ടിയുള്ള യാത്ര നിഷിദ്ധമാണ് എന്ന് പറഞ്ഞു ഒരാൾ, ഇബ്നു തൈമിയ്യ. ആ യാത്രയുടെ ഇളവുകൾ പറ്റിക്കൂടാന്ന് പറഞ്ഞു. അയാളുടെ ശിഷ്യനാണ് ഇബ്നു കസീർ. ആ ഇബ്നു കസീർ തന്റെ പ്രസിദ്ധമായ തഫ്സീറിൽ ഈ ആയത്തിന് നൽകുന്ന വിശദീകരണം എന്താ അറിയോ? അൽ ആയ യുർഷിദു തആല അൽ ഉസ്വാത വൽ മുദ്നിബീൻ ഇദാ വഖഅ മിൻഹുൽ ഖതഉ വൽ ഇസ്യാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ അതാ മാർഗദർശനം നൽകുന്നു. ആർക്ക്? അൽ ഉസ്വാത വൽ മുദ്നിബീന, ദോഷികളായ ആളുകൾക്ക്, പാപികളായ ആളുകൾക്ക്. ഇദാ വഖഅ മിൻഹുൽ ഖതഉ വൽ ഇസ്യാൻ, അവരിൽ നിന്ന് ദോഷങ്ങൾ സംഭവിച്ചാൽ, അല്ലാഹുവിനോടുള്ള ഇസ്യാൻ സംഭവിച്ചാൽ, അയ്യതു ഇല റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അവർ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെല്ലണം. ആയത്ത് പഠിപ്പിക്കുകയാണ്. അങ്ങനെ ഫയസ്തഗ്ഫിറുല്ലാഹു ഇൻദ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ അവർ അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടണം. വയസ്അലൂഹു, അവർ നബി തങ്ങളോട് ചോദിക്കണം. അയ്യസ്തഗ്ഫിറ ലഹും, ഇവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടാൻ. അങ്ങനെ ചെയ്താൽ ഫഇന്നഹും ഇദാ ഫഅലൂ ദാലിക താബല്ലാഹു അലൈഹിം വറഹിമഹും വഗഫറ ലഹും. അങ്ങനെ അവർ ചെയ്താൽ അല്ലാഹു അവരുടെ തൗബ സ്വീകരിക്കുന്നതാണ്, അവർക്ക് കരുണ ചെയ്യുന്നതാണ്, അവർക്ക് പുറത്തു കൊടുക്കുന്നതാണ്. വലിഹാദാ ഖാല, അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത് ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. ഇബ്നു കസീർ എഴുതുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, വഖദ് ദക്കറ ജമാഅത്തുൻ, ഒരു സംഘം ആളുകൾ പറഞ്ഞിട്ടുണ്ട്. മിൻഹും ശൈഖ് അബൂ മൻസൂർ സ്വബ്ബാ, അബൂ നസ്ർ ഇബ്നു സ്വബ്ബാ في كتابه الشامل الحكاية المشهورة عن العتبي. ഒരു കഥ നേരെയായി ഉദ്ധരിക്കുകയാണ്. ഒരു പറ്റം പണ്ഡിതന്മാർ പറഞ്ഞു. അവരിൽപ്പെട്ട ആളാണ് ആര്? അബൂ നസ്ർ ഇബ്നു സ്വബ്ബാ എന്ന് പറയുന്ന ആള്. അദ്ദേഹത്തിന്റെ അശ്ശാമിൽ എന്ന് പറയുന്ന കിതാബിൽ എന്താ പറയുന്നത്? ഇമാം ശാഫിഈ തങ്ങളുടെ ഉസ്താദുണ്ട് ഉതബി, അദ്ദേഹത്തെ തൊട്ട് പറയാണ്. ഉതബി എന്നവർ പറയാ, കുന്തു ജാലിസൻ ഇൻദ ഖബരി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന് സമീപം ഇരിക്കുകയായിരുന്നു. അപ്പോൾ അതാ ഒരു അറാബിയായ മനുഷ്യൻ, ഒരു ഗ്രാമീണനായ അറബി വരുന്നു. ഫഖാല, അയാൾ പറഞ്ഞു, യാ റസൂൽ അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, നബിയേ താങ്കൾക്കു സലാം. സമിഅതുല്ലാഹ യഖൂലു, അല്ലാഹു പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്ത്? വലൗ അന്നഹും യളമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. നമ്മൾ നേരത്തെ ഓതി അർത്ഥം പറഞ്ഞ ആയത്ത്, ദോഷികളായ ആളുകൾ തങ്ങളുടെ സമീപം വന്ന് തങ്ങളോട് ഞങ്ങൾക്ക് വേണ്ടി പുറത്തു തരാൻ അവിടുന്ന് അല്ലാഹുവിനോട് ആവശ്യപ്പെടണം എന്നൊക്കെ പറഞ്ഞാൽ അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കും എന്ന് അർത്ഥം വരുന്ന ആയത്ത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തങ്ങളെ വഖദ് ജിഅതുക മുസ്തഗ്ഫിറൻ ലിദംബി മുസ്തശ്ഫിഅൻ ബിക ഇലാ റബ്ബി, ഞാൻ തങ്ങളെ സമീപം വന്നിരിക്കുന്നത് എന്റെ ദോഷത്തിൽ നിന്നും പാപമോചനം തേടിയവനായ സ്ഥിതിയിലാണ്, തങ്ങളെ കൊണ്ട് അല്ലാഹുവിലേക്ക് ശഫാഅത്ത് തേടിയവനായിട്ടാണ്. എന്നിട്ട് അദ്ദേഹം ഒരു 2 വരി കവിത ചൊല്ലി. എന്താണ് ആ കവിത? യാ ഖൈറ മൻ ദുഫിനത്
بالقاع أعمره فطاب من طيبهن القاع والأكم نفس الفداء لقبر أنت ساكنه فيه العفاف وفيه الجود والكرم. ഇവിടെ അടക്കം ചെയ്യപ്പെട്ടവരിൽ ഏറ്റവും ഉത്തമരായ നബിയേ, ഇവിടെ അടക്കം ചെയ്യപ്പെട്ടവരിൽ ഏറ്റവും ഉത്തമരായ നബിയേ. തങ്ങൾ അങ്ങനെയാണ് സംബോധന ചെയ്യുന്നത്. ആ തങ്ങൾ അടങ്ങിക്കിടക്കുന്ന ആ ഭാഗം, ആ വിശുദ്ധ റൗള, തങ്ങൾ അടങ്ങിക്കിടുന്നതുകൊണ്ട് അതിന് അവാജ്യമായ സുഗന്ധം കൈവന്നു. സവാജിസ്മു ഖൈരിൽ ഖൽഖി ഫീ അർളി ത്വയ്ബതി ഫഅദ്ഹാ ബിഹൽ മിസ്കുൽ മുഅംബർ യുംഫസു. നബി തങ്ങളുടെ തിരുശരീരം മദീനയിൽ വസിക്കുന്നു. അതുകൊണ്ട് ആ മദീനയുടെ മണ്ണിന് അവിടെ കസ്തൂരി ഇങ്ങനെ അടിച്ചു വീശിയ വല്ലാത്ത സുഗന്ധം. അത് സുഗന്ധണ്ട്. മദീനയുടെ മണ്ണിന് സുഗന്ധമുണ്ട്, നമുക്കത് വാസനിക്കാൻ കഴിയില്ല. ഒരു സുഗന്ധവുമില്ല. കിടപിടിക്കുന്നതായിട്ട് തുറുബൻ ഒരു മണ്ണിനൂടെ നബി തങ്ങളുടെ തിരുശരീരത്തെ പുണർന്ന ആ മണ്ണിനോട് കിടപിടിക്കുന്ന ഒരു സുഗന്ധവുമില്ല. അത് വാസനിച്ചവരാണ് മംഗളം. അവിടെ ബാസൂരി എഴുതിയത് കാണാം ബുർദയുടെ ഷറഹിൽ, മദീനയുടെ മണ്ണിന് സുഗന്ധമുണ്ട്. ശരിയല്ലേ, അങ്ങനെ വെക്കാം. അത് നമ്മുടെ ഘ്രാണശേഷി, നമ്മുടെ മൂക്കിനത് വാസനിക്കാനുള്ള കഴിവില്ല. പോലീസ് നായക്ക് മണത്തറിയുള്ള കഴിവ് നമുക്കുണ്ട്. അതാ പറയുന്നത്. അപ്പോ നബിതങ്ങൾ അവിടെ അടങ്ങിക്കിടുന്നത് കൊണ്ട് അവിടെയൊക്കെ സുഗന്ധം. എന്നിട്ട് പറയാണ്, തങ്ങൾ കിടക്കുന്ന വസിക്കുന്ന ഖബറിന് എന്റെ ശരീരം ദണ്ഡമാണ് നബിയെ. പരിശുദ്ധതയും അതുപോലെ തന്നെ ധർമ്മവും ഓഷാരവും എല്ലാം അവിടെ ഉണ്ടല്ലോ. ഇതൊക്കെ പാടിയിട്ട് അയാൾ മടങ്ങിപ്പോയി. ഋതബി പറയാണ്, ഞാനൊന്ന് ചെറുതായി മയങ്ങി ഉറങ്ങി. ആ ഉറക്കത്തിലതാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുന്നു. നബി തങ്ങൾ പറഞ്ഞു, യാ ഋതബി ഇൽഹഖിൽ അറാബിയ ഫബശ്ശിറുഹു അന്നല്ലാഹ ഖദ് ഗഫറ ലാ. വേഗം ആ അഴറാബിയുടെ പിറകെ പോയിട്ട് പറയണം, അള്ളാഹു അയാൾക്ക് പുറത്തു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതാണ്, ദോഷം ചെയ്ത ആളുകൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗളയിൽ പോയി അന്യായപ്പെടണം. തങ്ങളെ തെറ്റ് സംഭവിച്ചു പോയി, അവിടെ നിന്ന് അല്ലാഹുവിനോട് ഞങ്ങളുടെ വിഷയത്തിൽ തീരുമാനമാകാൻ വേണ്ടി, ഞങ്ങൾക്ക് പുറത്തു തരാൻ വേണ്ടി ഇടപെടണം. ഇതല്ലേ ഇസ്തിശ്ഫാഅ്, ഇതല്ലേ തവസ്സുൽ. ഇതൊക്കെ ഇമാമുകൾ ചെയ്തില്ല. ഉഖബത്ത് ബിൻ ആമിർ എന്ന് പറയുന്ന സ്വഹാബി, അദ്ദേഹം മദീനയിലേക്ക് വന്നു. അദ്ദേഹത്തിന്റെ നാട്ടിൽ നിന്ന് 7 ദിവസം കൊണ്ടാണ് അദ്ദേഹത്തിന്റെ നാട്ടിൽ നിന്ന് മദീനയിലേക്ക് എത്തിയത്. അപ്പൊ ഇനി തിരിച്ചു പോകുമ്പോൾ 7 ദിവസം യാത്ര ചെയ്യാൻ കഴിയില്ല. നബി തങ്ങളുടെ റൗളയിൽ ചെന്ന് വഴി ദൂരം കുറച്ചു കിട്ടാൻ വേണ്ടി ശഫാഅത്ത് തങ്ങളോട് ഇടപെടാൻ പറഞ്ഞു. തവസ്സുലാക്കി ദുആ ചെയ്തു, ശഫാഅത്ത് തേടി. 2.5 ദിവസം കൊണ്ട് അദ്ദേഹം നാട്ടിൽ തിരിച്ചെത്തി. ഇമാം നബവി റളിയല്ലാഹു അൻഹു തദ്രീബുൽ അസ്മാഇ വൽ ലഗാത്തിൽ അതാ തങ്ങളെ പിടിക്കുക പ്രതിസന്ധി ഘട്ടങ്ങളിൽ. ഈ സംഭവം ഇമാം നബവി റളിയല്ലാഹു അൻഹു അവിടുത്തെ ശർഹുൽ മുഹദ്ദബിലും ഹജ്ജിന്റെയും ഉംറയുടെയും കർമ്മങ്ങൾ മാത്രം പറയാൻ വേണ്ടി എഴുതിയ കിതാബുണ്ട്, ഫീ മനാസിക്കിൽ ഹജ്ജ് വൽ ഉംറ. അവിടെ സിയാറത്തിന്റെ രൂപവും ശൈലിയും പറയുമ്പോ പിന്നെ എന്തു ചെയ്യണം, നബി തങ്ങൾക്ക് നേർക്ക് നേരെ നിന്നിട്ട് പറയാൻ ഏറ്റവും നല്ല വാചകം ഇതാണെന്ന് പറഞ്ഞിട്ട് ഈ അഅറാബിയുടെ കഥ ഉദ്ധരിക്കാൻ. അതിൽ 2 വരി കവിത കൂടെ അഅറാബി ചൊല്ലിയതായിട്ടുണ്ട്. അൻത ശഫീഉല്ലദി തുർജാ ശഫാഅതുഹു അലാ സിറാത്തി ഇദാ മാ സല്ലത്തിൽ ഖദമു. നബിയേ, തങ്ങൾ മാത്രമാണ് ശുപാർശകൻ. തങ്ങളുടെ ശഫാഅത്ത് പ്രതീക്ഷിക്കപ്പെടും നാളെ സിറാത്ത് പാലത്തിന്റെ മേലിൽ കാല് വഴുതിപ്പോകുമ്പോൾ. തങ്ങളുടെ 2 കൂട്ടാളികളുണ്ട്, സിദ്ദീഖുൽ അക്ബർ തങ്ങളും ഉമർ തങ്ങളും. ഫലാ അൻസാഹുമാ അബദാ
ഒരിക്കലും ഞാൻ അവരെ മറക്കുകയില്ല. മിന്നി സലാമു അലൈക്കും മാ ജറൽ ഖലമു, പേന ചലിക്കുന്ന കാലത്തോളം നിങ്ങൾക്കുമേൽ സലാം ഉണ്ടാകട്ടെ. അപ്പൊ അതാണ് ദോഷം ചെയ്ത ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗദയിലേക്ക് വേഗത്തിൽ പോകുവീൻ, ഓടുവീൻ, ഉളരുവീൻ എന്നാണ് മഹാനവറുകൾ പറയുന്നത്. അവിടെ വലിയ സഹായം ലഭിക്കും. അത് ഇമാമുകളുടെ ഒക്കെ ചരിത്രം അതിന് സാക്ഷിയാണ്. സ്വഹാബത്തിന്റെ ചരിത്രത്തിൽ തന്നെ മഴയില്ലാതെ കഷ്ടപ്പെട്ടപ്പോഴും മറ്റു പ്രയാസങ്ങൾ ഉണ്ടായപ്പോഴും ഒക്കെ ചെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ കാലത്ത് ഒരാൾ ചെന്നിട്ട് മഴയില്ല, തങ്ങൾ മഴയ്ക്ക് വേണ്ടി അള്ളാഹുവിനോട് ദുആരക്കണം എന്ന് വഫാത്തായി പോയ തങ്ങളെ ഖബറിങ്കിൽ ചെന്ന് പറഞ്ഞില്ലേ? അങ്ങനെ അദ്ദേഹത്തിന്റെ അടുക്കൽ രാത്രി നബി തങ്ങൾ സ്വപ്നത്തിൽ വന്നു ഉമർ തങ്ങളുടെ സമീപം ചെന്ന് പറയണം, മഴ ലഭിക്കും, ഭരണത്തിൽ ചില ഇളവുകളും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടി പറഞ്ഞതൊക്കെ ഇമാം ഇബ്നു അബീ ശൈബ മുസന്നഫിലും ധരിച്ചത് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ യഥാർത്ഥമായി സ്നേഹിക്കാനും അതുവഴി അവിടുത്തെ ഷഫാഅത്തും ഹൗലും ജിവാറും ഒക്കെ സമ്പാദിക്കാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.